ഒത്തിരി ആൾക്കാർ തിരിച്ചു വരാനുണ്ട്. പോരാരും ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ആദ്യം പറഞ്ഞത് SIRൻ്റെ പ്രോബ്ലം, പിന്നെ ഇലക്ഷന്, നമുക്ക് പ്ലാനും സൂപ്പർവിഷനും ഒക്കെ ഉണ്ട്. അവരൊക്കെ പോലും അവിടെ പോകേണ്ട കാര്യം വരുന്നില്ല, കാരണം ആൾക്കാരില്ല. ഓരോ സൈഡിലൊക്കെ 1-2 പേരൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ട് തമിഴ്നാട്ടിലെ പണിക്കാരായിരുന്നു ഇവിടെ കേരളത്തിൽ കൂടുതൽ. അവരെ തമിഴ്നാട്ടിൽ കൂടുതൽ വികസനം വന്നപ്പം അവർ നേരെ തമിഴ്നാട്ടിലേക്ക് തന്നെ പോയി. ഇവിടെ കിട്ടുന്ന കൂലി അവിടെ കിട്ടുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ തന്നെ ആയിരിക്കാം ഇപ്പം എനിക്ക് തോന്നുന്നു ബംഗാളിലും ഇതുപോലെ അവിടുത്തെ കൂടുതൽ വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ. അവരുടെ ഗൾഫാണ് കേരളം. പക്ഷേ ഇനിയിപ്പം അവിടെ ബംഗാളും അതുപോലെ തന്നെയായി മാറിയാൽ അവരിങ്ങോട്ട് വരാൻ ഉള്ള ചാൻസ്. നമസ്കാരം. വോട്ട് ചെയ്യുന്നതിനായി നാട്ടിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് കെട്ടിട നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. ബംഗാൾ, അസം തുടങ്ങിയ മേഖലകളിലുള്ളവരാണ് ഈ മേഖലയിൽ കൂടുതൽ ജോലി ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണം പുറമേ ഹോട്ടൽ മേഖലകളിലും ഇവർ ജോലി ചെയ്തു വരുന്നു. ഇപ്പോൾ കെട്ടിട നിർമ്മാണ മേഖല ഏതാണ്ട് സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലൈസൻസ് എഞ്ചിനീയേഴ്സ് സംഘടനയുടെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായ PG ജനീവ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഒരുപാട് പേര് തിരിച്ചു മടങ്ങി വരാനുണ്ടല്ലേ? ഒത്തിരി ആൾക്കാർ തിരിച്ചു വരാനുണ്ട്. ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ആദ്യം പറഞ്ഞത് SIRൻ്റെ പ്രോബ്ലം, പിന്നെ ഇലക്ഷന്, പിന്നെ ഇപ്പോൾ പറയുന്നത് ബക്രീദും പറയുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സംഘടന അവർക്ക് ഇനി കൂടുതൽ കൂലി ചോദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കുന്നത്. കൂടുതൽ കൂലി ചോദിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ നിർമ്മാണ മേഖല തകർച്ചയുടെ വക്കിലാണ്. ഏതാണ്ട് 30% മെറ്റീരിയൽസിന് തന്നെ വില കൂടിയിരിക്കുക. അങ്ങനെ വില കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ചെറുകിട കോൺട്രാക്ടർമാരെല്ലാം വളരെ നഷ്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ബംഗാളികൾക്ക് 1000 രൂപ 1200 രൂപ റേഞ്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പണി തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മറ്റ് ആൾക്കാരെ വിളിച്ചിട്ട് 1500 രൂപയും 1350 രൂപയൊക്കെ റേറ്റ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മേഖലയിലുള്ളവർ വളരെ ബുദ്ധിമുട്ടിലാണ് അറിയുന്നത്. ഇവർക്കൊക്കെ എത്ര രൂപ കൂലിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്? ഒരു 1200, 1000 എന്നുള്ള റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ ഒരാളെ പണിക്ക് കിട്ടുന്ന 1500 രൂപ കൊടുക്കണം. അപ്പോൾ ആ 1500 രൂപ റേഞ്ചിലേക്ക് ഇവർ മാറുമോ എന്നാണ് ഇപ്പോഴുള്ള പേടി. കാരണം ഈ തൊഴിലെടുത്തിട്ടുള്ളവർ, ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് സംഘടനയുടെ മെമ്പർമാർ ഒരു 60% പേരും കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ചെറുകിടമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ട് ഈ ഇതിലുണ്ട്. അപ്പോൾ അതിന് മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടിയ കാരണം ഇപ്പം ഒരു 2200 രൂപ റേഞ്ചിൽ വർക്ക് എടുത്തവർക്കൊക്കെ ഇപ്പോൾ ഒരു 3000 രൂപ റേഞ്ചിൽ അല്ലാതെ തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അതിന് ചെയ്യേണ്ടത് കേരളം ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിർമ്മാണ മേഖലയെ ഒരു സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക, സർക്കാരും ഇടപെടുക, നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ഈ മേഖല, കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് വരുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല. നിർമ്മാണ മേഖല നിലച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ വ്യവസായമില്ല. നിർമ്മാണം ഉണ്ടെങ്കിലേ ഹോട്ടലിലെ ചിലവുള്ളൂ. അതുപോലെ ഇപ്പം ഗ്യാസിൻ്റെ വില കൂടി അതുകൊണ്ട് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ അപ്പോൾ എല്ലാ ഐറ്റത്തിനും ഒരു ചെറിയ വില വ്യത്യാസം വന്നിട്ടുണ്ട്. അത് അവരുടെ നഷ്ടം നമ്മൾ സഹിക്കാനല്ല പറയുന്നത്. പക്ഷേ അതിനൊക്കെയുള്ളൊരു പരിഹാരം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഈ നമ്മുടെ ഇലക്ഷനും ഈ SIRൻ്റെ വിഷയവും ഇതെല്ലാം നിൽക്കുന്ന സമയത്താണ് നമ്മുടെ യുദ്ധം പുറപ്പെട്ട് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമെന്ന് ഓർത്തില്ല. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവരെന്തെങ്കിലും ഡിമാൻഡ് ഇടുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് വരുന്നതിനായിട്ട്? അല്ല, ഇപ്പം ഒരു പണിക്കാർ ഇപ്പം നമ്മൾ വിളിച്ചപ്പോൾ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാറില്ല. കാരണം അവിടെ ഒത്തിരി ആൾക്കാർ ഇങ്ങ് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നെങ്കിൽ നമ്മളിവിടുന്ന് വണ്ടി അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുക എന്നൊക്കെ അവർ പറയുന്നു. വണ്ടി അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചെറുകിട ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഈ നിർമ്മാണ മേഖലയെ വ്യവസായമായി കരുതിക്കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ഈ ചെറുകിട കോൺട്രാക്ടർമാരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നിർമ്മാണ മേഖലയിൽ ആൾക്കാരുണ്ടെങ്കിലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു പണിക്ക് വരുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, അവർ നേരെ കടയിൽ പോയി സാധനം മേടിക്കുന്നു, ബേക്കറികളിൽ പോയി ആഹാരം കഴിക്കുന്നു. അതുപോലെ അങ്ങനെ ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ മേഖല തകർന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നോട്ട് പോകും. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പരിപാടികൾ നമ്മുടെ വരും ഗവൺമെൻറ് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ മേഖല നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ കേരളത്തിൻ്റെ താഴോട്ട് പോകുമെന്ന് പറയാം. നിലവിൽ ഈ സൈറ്റുകളൊക്കെ നിർമ്മാണം നിലച്ചു നിൽക്കുന്ന സാഹചര്യം സൈറ്റ് ഉണ്ടല്ലോ. നിർമ്മാണമൊക്കെ ഒരു മാസമായിട്ട് നിലച്ചു നിൽക്കുന്ന സൈറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് പ്ലാനും സൂപ്പർവിഷനും ഒക്കെ ഉണ്ട്. അവരൊക്കെ പോലും അവിടെ പോകേണ്ട കാര്യം വരുന്നില്ല, കാരണം ആൾക്കാരില്ല.
ഓരോ സൈറ്റിലൊക്കെ 1ഉം 2ഉം പേരൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു കോൺട്രാക്ടറുമായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവരുടെ ഈ കഴിഞ്ഞ മാസമായിട്ട് 15 വർഷം കൂടെ അവർക്ക് തുടങ്ങി. പക്ഷേ ഒരു സൈറ്റിലും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. മുന്നോട്ട് പോകാൻ ജോലിക്കാരില്ല. പിന്നെ ഇങ്ങനെയുള്ള വർക്ക് എടുക്കുന്നവരിപ്പം കോമ്പറ്റ് ചെയ്താണല്ലോ വർക്ക് എടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു വലിയ റേറ്റിലേക്ക് കൊടുത്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മലയാളികളായിട്ടുള്ള തൊഴിലാളികളെ കിട്ടാനുള്ള ക്ഷാമം, മലയാളികളായിട്ടുള്ള തൊഴിലാളികളെ കിട്ടാനുള്ള ക്ഷാമം ഭയങ്കരമാണ്. പിന്നെ അവരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പണിക്ക് വരില്ല. ഹിന്ദിക്കാരാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് രാവിലെ ഒരു പണിക്കായിട്ടുണ്ടാവും, 6 ദിവസവും പണി നടക്കും. ഹിന്ദിക്കാർ 7 ദിവസവും പണിയാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുതിയ തലമുറകൾ മുഴുവൻ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള പണിക്കാർ, നാട്ടിലെ പണിക്കാരുടെ മക്കളെയെല്ലാം അവർ ഈ രീതിയിലേക്ക് വിടത്തില്ല. അവരെ എഞ്ചിനീയറും ഡോക്ടറാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ തലമുറ അതുപോലെ മുന്നോട്ട് വരണം. പക്ഷേ മുഴുവൻ മേഖലകളിലും ഈ വിലക്കയറ്റം കൂടിയതുകൊണ്ട് നിങ്ങൾക്ക് അത് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. വിലക്കയറ്റം കൂടിക്കൊണ്ട് ചെറുകിട കോൺട്രാക്ടർമാർക്ക് ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അവരെ ഈ ശരിക്കും ചെയ്യേണ്ടത് വീട് പണിയുന്ന ഓണർമാർ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ നിന്നു പോകും ഈ മേഖല. ഈ ബംഗാളിലൊക്കെ ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചാണോ ഇവർ നിൽക്കുന്നത്? അത് ഒരു വലിയ കാര്യമാണ്. ബംഗാളിൽ ഇപ്പം പുതിയ സർക്കാർ നിലവിൽ വന്നതോടുകൂടി പുതിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് വന്നാൽ, അപ്പോൾ അതിനെ ഇപ്പം BJP സർക്കാരാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് കിട്ടിയ അധികാരം എങ്ങനെയും അത് വിനിയോഗിച്ചുകൊണ്ട് അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ മേഖലയിൽ പണ്ട് തമിഴ്നാട്ടിലെ പണിക്കാരായിരുന്നു ഇവിടെ കേരളത്തിൽ കൂടുതൽ. അവരെ തമിഴ്നാട്ടിൽ കൂടുതൽ വികസനം വന്നപ്പം അവർ നേരെ തമിഴ്നാട്ടിലേക്ക് തന്നെ പോയി. ഇവിടെ കിട്ടുന്ന കൂലി അവിടെ കിട്ടുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ തന്നെ ആയിരിക്കാം ഇപ്പം എനിക്ക് തോന്നുന്നു ബംഗാളിലും ഇതുപോലെ അവിടുത്തെ കൂടുതൽ വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പണിക്കാരവിടെ തങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതും കൂടി അവരുടെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് അവർ ചിലപ്പോൾ ഇനി അടുത്ത റേറ്റൊക്കെ കൂട്ടിയായിരിക്കാം ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിക്കുന്നത്. അവരുടെ ഗൾഫാണെന്നാണല്ലോ അവർ പറയുന്നത്. അവരുടെ ഗൾഫാണ് തീർച്ചയായിട്ടും. അവരൊക്കെ ഇവിടുന്ന് പോകുന്ന കാണണം. കാരണം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ദിവസം രാവിലെ അവർ ടൗണിൽ പോയി വലിയ ബാഗൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ പോകുള്ളൂ. അപ്പം അവരുടെ ഗൾഫാണ് കേരളം. പക്ഷേ ഇനിയിപ്പം അവിടെ ബംഗാളും അതുപോലെ തന്നെയായി മാറിയാൽ അവരിങ്ങോട്ട് വരാൻ ഉള്ള ചാൻസ്. ഇവർ കൂടുതൽ പണമൊന്നും വാങ്ങിപ്പോയില്ല. അവർ സത്യസന്ധരാണ്. കുറച്ച് ആൾക്കാരൊക്കെ നമ്മളുമായിട്ട് പരിചയപ്പെട്ടവരെല്ലാം സത്യസന്ധരാണ്. അവർ നമ്മൾ കൂടുതൽ പൈസ ഒന്നും മേടിക്കാറില്ല. പിന്നെ ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ് റെഡി ആയെങ്കിൽ അത് ടിക്കറ്റ് എൻ്റെ അയച്ചു തന്നിട്ട് ഇത്ര തുക കൊടുക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സാമാന്യ മര്യാദയ്ക്ക് നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കേരളത്തിലെ നിർമ്മാണ മേഖല വിളിക്കുകയാണ്. ബംഗാളികളോട് തിരിച്ചു വരാനാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. കെട്ടിട നിർമ്മാണ മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അതിലായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന പലരും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അങ്ങനെയുള്ള ആളുകളുടെ ക്ഷാമം വന്നതോടെ അവിടെയും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.